ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അതെ ഗൈസ്, തമ്മിൽ കണ്ടതുപോലെ തന്നെ ഇന്ന് ഞങ്ങളുടെ ഹണിമൂണാണ്. അത് നമ്മൾ പോകുന്നത് വന്ദേ ഭാരതിലാണ്. പോകുന്നത് എങ്ങോട്ടാണ് എന്ന് ചോദിച്ചാൽ ആരും പോകാത്ത ഒരു സ്പോട്ടിലേക്കാണ്, വയനാട്ടിലേക്ക്. അതും നമ്മുടെ ഫാമിലി ഫുള്ളുണ്ടായിരുന്നു. വന്ദേ ഭാരതിൽ കോഴിക്കോട് വന്നിറങ്ങിയിട്ട് കോഴിക്കോട് നിന്ന് ട്രെയിനാണ് നമ്മൾ സുൽത്താൻ ബത്തേരിയിലേക്ക് പോയത്. അവിടെ നിന്ന് നമ്മളെ കസിൻസ് പിക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലെത്തി. അന്നത്തെ ദിവസം ഫുള്ള് റെസ്റ്റായിരുന്നു. പിറ്റേ ദിവസമാണ് ഒന്ന് ഇറങ്ങിയത്. ആദ്യം നമ്മൾ പോയത് വയനാടൻ ഫെസ്റ്റിലേക്കാണ്. നല്ലൊരു സ്പോട്ടായിരുന്നു. ഒരുപാട് നടന്ന് കാണാനായിട്ടുണ്ടായിരുന്നു. എനിക്ക് തീരെ വയ്യായിരുന്നു, തീരെ അവശതയായിട്ടുണ്ടായിരുന്നു, പനിയായത് കാരണം. നല്ല പനിയായിരുന്നു. അങ്ങനെ അവിടെയെല്ലാം കണ്ടിട്ട് പിന്നീട് നമ്മൾ പോയത് ഇതൊരു ചർച്ചാണ്. അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ചർച്ചാണ്. ഏഷ്യയിലെ എന്തോ വലിയ ചർച്ച, അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട്. കൂടുതൽ സമയം നമ്മൾ വീട്ടിൽ തന്നെയായിരുന്നു സ്പെൻഡ് ചെയ്തത്. കാരണം എനിക്ക് പനിയായതുകൊണ്ട് പുറത്തോട്ടൊന്നും തന്നെ ഇറങ്ങാൻ തോന്നിയില്ല. ഫുൾ ടൈം ബെഡിലായിരുന്നു ഞാൻ. പിന്നെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ വീട്ടിലിരിക്കാനും നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. ഇത് ഞങ്ങൾ അവിടെ ഇരുന്ന് കരോക്കെയൊക്കെ ഇട്ട് പാട്ട് പാടുന്നതാണ്. എന്തായാലും കുറച്ച് നേരമാണെങ്കിലും ആ മൊമെൻറ്റ്സൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങൾ ഏകദേശം ഒരു 4 ദിവസത്തോളം അവിടെ ഉണ്ടായിരുന്നു. അതേപോലെ അവിടുത്തെ പള്ളിപ്പെരുന്നാളിലൂടെയായിരുന്നേ. പള്ളി വരുന്നത് കാടിന് നടുക്കൊരു പള്ളിയായിരുന്നു. നമ്മൾ കുറേ കാട്ടിലൂടെ ഇങ്ങനെ പോയിട്ടായിരുന്നു പള്ളിയിലെത്തുന്നത്. അവിടെ വെച്ച് ആ വീട്ടിലെ കുഞ്ഞിൻ്റെ എഴുത്തൊക്കെ ഉണ്ടായിരുന്നു. ആദ്യാക്ഷരം കുറിക്കുന്ന ചടങ്ങൊക്കെ ആ പള്ളി വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം പങ്കെടുത്തു. പിന്നെ അതുപോലെ തന്നെ പിള്ളേരെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഫുള്ള് അവിടെ ബഹളമായിരുന്നു. 4 ദിവസം പോയതേ അറിഞ്ഞില്ല. എനിക്ക് ആ പനി കൂടി ഇല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി എൻജോയ് ചെയ്യാമായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയും ലോങ് വീഡിയോസ് ഉണ്ടാവും. നമ്മുടെ കുറേ മൊമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ കാണുന്നത് എനിക്കവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫേവറേറ്റ് സ്പോട്ടാണ്. വയലാണ്. കുറേ ഏക്കർ കണക്കിന് വയലുണ്ട്. ഇവിടെ ആയിരുന്നു എയർപോർട്ട് വരാനായിട്ട് പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞായിരുന്നു. ഈ വയലിൻ്റെ അങ്ങേ അറ്റം കവുങ്ങിൻ്റെ തോട്ടമൊക്കെയാണ്. നല്ല രസമായിരുന്നു. ഇവിടെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് 2ഉം 3ഉം തവണ അവിടെ പോയി ഷൂട്ട് ചെയ്തു. വീഡിയോസും റീൽസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. റീൽസ് എല്ലാം ഷോർട്സിൽ അപ്ലോഡ് ചെയ്യാമേ. വയലിലെ ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് വീട്ടിലേക്കാണ്. കാരണം വീട്ടിൽ ചെന്ന് പാക്ക് ചെയ്ത് അന്ന് തന്നെ ഞങ്ങൾക്ക് ഇറങ്ങണമായിരുന്നു. തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ബസ്സാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. വീട്ടിലെത്തി റെസ്റ്റ് എടുത്ത് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ദൈവനൊക്കെ 1 വീക്ക് ലീവ് എടുത്തിട്ടാണ്, സ്കൂളിൽ നിന്ന് ലീവ് എടുത്തിട്ടാണ് ഈ ട്രിപ്പിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങളെ തിരിച്ച് ബസ് സ്റ്റോപ്പ് വരെ അവർ കാറിൽ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കുറേ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ലവ് യു ആൻഡ് ബൈ.